വിശദമായ വാർത്തയിലേക്ക്. പൊതുവ്യക്തി നിയമത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പ്രതിഷേധാർഹമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയമായും നിയമപരമായും നേരിടും, ശക്തിയായി എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ പ്രതിഷേധമുണ്ട്. രാജ്യത്തിന്റെ നിലവിലുള്ള എല്ലാ വ്യവസ്ഥിതിക്ക് എതിരാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിലവിലുള്ള നിയമങ്ങൾ അത് പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഭരണഘടന സിവിൽ കോഡിനെ അംഗീകരിക്കുന്നില്ല എന്ന് പ്രസ്താവ്യമാണല്ലോ. അപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് പുതിയ നിയമം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അത് രാജ്യത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഗവൺമെൻറ് പുറകോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ്. അതിനെ പൊളിറ്റിക്കലായിട്ടും ലീഗലായിട്ടുമൊക്കെ അതിനെ നേരിടാൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളൊരു തീരുമാനമാണ് ഇന്നുണ്ടായത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. നേട്ടങ്ങളൊന്നും പറയാനില്ലാത്ത സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. മന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു അജണ്ട സെറ്റ് ചെയ്യാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവർക്ക് മറ്റൊരു നേട്ടവും പറയാനില്ലാത്തതുകൊണ്ട് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവന്ന് ചർച്ചയൊക്കെ ഉണ്ടാക്കി ഇലക്ഷൻ അജണ്ടയാക്കി കൊണ്ടുവരികയാണ്. കർണാടക തെരഞ്ഞെടുപ്പിലൊക്കെ ചെയ്ത പോലെ തന്നെ. പൊതുവ്യക്തി നിയമ വിഷയത്തിൽ അടിയന്തര യോഗം ചേർന്ന ശേഷമാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രതികരണം. പൊതുവ്യക്തി നിയമത്തിനായി പ്രധാനമന്ത്രി നിലപാടെടുത്തതിനു പിന്നാലെ കടുത്ത എതിർപ്പുമായി മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. അടിയന്തര യോഗം ചേർന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വിഷയം ചർച്ച ചെയ്തു. നിയമ കമ്മീഷന് മുന്നിൽ ശക്തമായ എതിർപ്പുന്നയിക്കാനും കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും തീരുമാനം. മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്നതാണ് പൊതുവ്യക്തി നിയമമെന്ന് വ്യക്തി നിയമ ബോർഡ് അംഗങ്ങൾ പറഞ്ഞു. ഇന്നലെ ഭോപ്പാലിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു പൊതുവ്യക്തി നിയമത്തിനായി പ്രധാനമന്ത്രി നിലപാടെടുത്തത്. തിരുവനന്തപുരത്ത് വർക്കലയിൽ മകളുടെ വിവാഹ ദിനത്തിൽ പിതാവിനെ കൊലപ്പെടുത്തിയത് വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ പ്രതികാരം. വടശ്ശേരിക്കോണം സ്വദേശി രാജുവാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ കൊല്ലപ്പെട്ടത്. അയൽവാസിയായ ജിഷ്ണുവിന്റെ സുഹൃത്തുക്കളായ ജിജിൻ, മനു, ശ്യാം എന്നിവർ ചേർന്ന് മൺവെട്ടികൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ ബന്ധുക്കൾക്കും പരിക്കേറ്റു. കൊലപാതകം ആസൂത്രിതമാണെന്നും വീട്ടിൽ നിന്ന് അതിഥികൾ പോയ ശേഷമാണ് ആക്രമണം നടത്തിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. കരച്ചിലും ഒരു അലർച്ചയൊക്കെ കേൾക്കുന്നു, മാമൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുന്നു. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അപ്പുറത്തൊരു സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഞാൻ ദാ വരുന്നു. അച്ഛൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ ദാ ഇപ്പോൾ വരാം. ഞാൻ പറഞ്ഞു, അച്ഛൻ ടോർച്ച് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡോറ് തുറന്നിറങ്ങി അപ്പുറത്തെത്തിയപ്പോൾ മാമന് ബാത്റൂമിൽ ചെവര് ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഒരാളിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് താങ്ങിയിരിക്കുന്നു. മറ്റേ ചിക്കു എന്ന് പറയുന്ന പയ്യൻ ആ പെങ്കൊച്ചിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. മാമി ഇവനെ പിടിച്ച് മാറ്റുന്നു. അവിടെ വേറെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പിടിച്ചു മാറ്റുക ചെയ്യുന്നത്. അവരെല്ലാം ഉപദ്രവിക്കാൻ വേണ്ടി യുവമാരിങ്ങനെ നിൽക്കുകയാണ്. അപ്പം മാമീനെ മേടിച്ച് മൺവെട്ടി കൊണ്ട് തലക്കടിക്കുകയാണ് ചെയ്തത്. ആ ഒരൊറ്റ അടിയിൽ മാമൻ വീണുപോയി. മാമൻ ഫുള്ള് ആദ്യത്തെ അടിയിൽ മാമൻ രക്തത്തിലല്ല, ഫുള്ള് ഒരൊറ്റ അടി അടിച്ചത് മാമൻ ഇങ്ങനെ താഴെ വീണ്. അച്ഛൻ രക്തത്തിൽ കുതിർന്ന് കിടക്കുന്നുണ്ട്. അച്ഛനെ പിടിച്ചുകൊണ്ടിരുന്ന് മാമൻ വീഴുന്ന കണ്ടുകൊണ്ട് മാമനെ പിടിച്ച്, എന്നിട്ട് ഞാൻ ഇവിടെ കിടന്ന് വിളിച്ച ഒരു വണ്ടി, നമ്മുടെ ബന്ധുവിൻ്റെ വണ്ടി വന്നു. അതിൽ വണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഒരു 12 ബന്ധു ബലം കേട്ടു. എന്നെ വന്ന് വിളിച്ചത് തുറന്നു. അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇവനെ ഉപദ്രവിക്കുകയാണ്. എന്നാൽ എല്ലാവരും ഇങ്ങനെ വലുകൊത്തി പിടിച്ചു. അപ്പം ഞാനും ചെന്ന് പിടിച്ചു. അടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിയും വലിയായി. അവിടെ ഒരു മമ്മട്ടിയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇവനെ അടിക്കുന്നത്. അവസാനം എന്നെ അടിച്ചതും ഈ മമ്മട്ടിയാണ്. ഈ വിഷ്ണു അല്ല, അവൻ്റെ പേര് അപ്പു. അപ്പു എന്ന് പറയുന്ന നേരത്തെ വീട്ടിലെ ഇളയ പയ്യനാണ്. അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ്. ഇല്ല മറ്റേ മാട് ഭാഗം തട്ടുന്നു അടിച്ച്. അപ്പോൾ ഞാൻ വീഴുന്ന സമയം കണ്ടാണ് ഇവൻ വീഴുന്ന തറയിൽ. എത്ര എനിക്കറിയാവും. രാജുവിന്റെ മകൾ ശ്രീലക്ഷ്മിയെ ജിഷ്ണു വിവാഹം ആലോചിച്ചെന്നും എന്നാൽ ശ്രീലക്ഷ്മിക്കും മാതാപിതാക്കൾക്കും താല്പര്യമുണ്ടായിരുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു.
തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന കുട്ടികളാണ് അവരുടെ തൊട്ടടുത്തോളം പ്രായമുള്ള അവരുടെ അച്ഛനോടൊപ്പം പ്രായമുള്ള ഒരാളിനെ മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന ഈ പെൺകുട്ടിയുടെ മാമനും അവരുടെ മകളും ഇതിൻ്റെ ബഹളം കേട്ട് ഓടി വരികയും അദ്ദേഹത്തെയും മാരകമായി പരിക്കേൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയിൽ മുറിവ് പറ്റി നല്ല സ്റ്റിച്ചുകൾ കൊണ്ട് അതുപോലെ പരിക്ക് പറ്റി അദ്ദേഹം കിടപ്പിലാണ്. മകൾക്കും മാരകമായ പരിക്കുണ്ട്. അതുപോലെ ഈ വീട്ടിലെ തന്നെ പെൺകുട്ടിയും അതിൻ്റെ അമ്മയും ഇത് രക്ഷിക്കാൻ ചെല്ലുന്ന സമയത്ത് അവരെയും ഈ പ്രതികൾ മാരകമായിട്ട് പരിക്കേൽപ്പിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു പോലും കേട്ടിട്ടില്ലാത്ത രീതിയിൽ മൺമട്ടി എന്ന് പറയുന്ന കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന ആയുധത്തിൻ്റെ മൂർച്ചയുള്ള ഭാഗം വെച്ച് തലയ്ക്ക് വെട്ടുകയായിരുന്നു. അതുപോലെ മറ്റേ മൺമട്ടിയുടെ കൈ കൊണ്ട് വേറൊരാളെ അടിച്ചവശരാക്കുകയായിരുന്നു. എന്നിട്ട് ഇവർ നിന്ന് തീർന്ന് കാണും എന്നാൽ നമുക്ക് പോവാമെന്നുള്ള ഡയലോഗോടുകൂടി പറഞ്ഞ് പിരിഞ്ഞു പോയി എന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത്. ഈ പറയുന്നവർ പല കേസുകളിലും ഇവിടെ പ്രതികളാണ്. ചെറിയ പ്രായത്തിലെ പല കേസുകളിലും പ്രതികളായിട്ടുള്ള ആൾക്കാരാണെന്ന് അറിയാൻ കഴിയുന്നത്. അത് പ്രധാന കാരണമായിട്ട് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ മുമ്പ് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടിക്ക് ഒരു പ്രപ്പോസലുമായിട്ട് ഈ പറയുന്ന യഥാർത്ഥ പ്രതിയുടെ ആൾക്കാർ ഇവിടെ വന്ന് കല്യാണ ആലോചന നടത്തിയിരുന്നു. ഇവരുടെ ഈ സാമൂഹ്യപരമായ പശ്ചാത്തലം, ഇവരുടെ അക്രമ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഈ വിവാഹത്തിന് ആ പെൺകുട്ടിയുടെ അച്ഛൻ സമ്മതിക്കാതിരിക്കുകയും അവരെ പിന്തിരിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. അതിനുശേഷം ആ കുട്ടിയുടെ പയ്യൻ്റെ അച്ഛനും അമ്മയും വന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരുന്നപ്പോഴും അവരെ നിരുത്സാഹപ്പെടുത്തി വിടുകയായിരുന്നു. അതിനുശേഷവും മനസ്സിൽ പകയും കൊണ്ട് നടന്നിരുന്ന ഈ പയ്യൻ ഈ കല്യാണമെല്ലാം ഉറപ്പിച്ചു തീരുമാനിച്ചതിന് ശേഷം അതിൻ്റെ തലേ ദിവസം രാത്രി വീട്ടിൽ വന്ന അതിഥികളെല്ലാം പിരിഞ്ഞു പോവുകയും അദ്ദേഹം വീട്ടിലെ ഈ കല്യാണ സംബന്ധമായിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഒരു സൈഡിലോട്ട് ഒതുക്കാനായിട്ട് പുറത്തോട്ട് കൊണ്ടിടാൻ പോകുന്ന സമയത്ത് ഇവരൊരു കാറിലൊരു 4 പേര് മിന്നൽ വില. കാരണം ഇവർ ഈ ദൂരെ നിന്ന് ഒരു 50 മീറ്ററിനകത്തുള്ള സംഭവമാണ് ഈ പയ്യൻ്റെ വീട്. അവിടെ നിന്ന് ഒളിച്ചിരുന്ന് നോക്കിയാൽ ഇവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം രാത്രി ആയതുകൊണ്ട് വ്യക്തമായിട്ട് വെട്ടത്തും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ രീതിയിൽ വന്ന് ഒരു കാറിൽ പെട്ടെന്ന് ഇറങ്ങുകയും ഈ മനുഷ്യനെ വളരെ മാരകമായ രീതിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രതികൾ കുറ്റം സമ്മതിച്ചെന്ന് റൂറൽ SP D ശിൽപ. നമുക്ക് 12 ഇങ്ങനെ ഒരു സംഭവമായി, ഒരു അടിയുണ്ടായി, ഒരാൾ മരിച്ചു എന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. സോ ഇമ്മീഡിയറ്റ്ലി അപ്പോൾ നമ്മൾ വന്നിട്ട് ആരാണിത് അടിയുണ്ടാക്കിയത് അത് മനസ്സിലാക്കി അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവരിവിടെ വന്ന് കല്യാണ വീട്ടിൽ വെള്ളം ഉണ്ടാക്കി അടിയുണ്ടാക്കിയത് ശരിയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ഒരു പെൻഡിങ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് കോസ് ഓഫ് ഡെത്ത് എന്താണെന്ന് മനസ്സിലാവും. അവരിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അന്ന് ഇവിടെ അടിച്ചു എന്ന കാര്യം അവർ സമ്മതിച്ചിട്ടുണ്ട്. കാരണം അതിൽ ഒരുത്തൻ ഇന്ന് കല്യാണമാവുന്ന ഒരു പെണ്ണ് അവർ തമ്മിലെ അടപ്പായിരുന്നു. പക്ഷേ വീട്ടിൽ സമ്മതിക്കാത്തത് കൊണ്ട് വേറെ ഒരു കല്യാണം ഫിക്സായി. ഇത് ആൾക്ക് ഇഷ്ടമില്ല. അത് അവനക്ക് ഇഷ്ടമാവാത്തത് കൊണ്ട് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്തിൽ അച്ഛൻ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ട്. വർക്കലയിൽ കൊലപാതകം നടന്ന വീട് സന്ദർശിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും MLA വി ജോയിയും. ബന്ധുക്കളെ ആശ്വസിപ്പിച്ച മന്ത്രി പോലീസിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പൈശാചികവും ഞെട്ടിപ്പിക്കുന്നതുമായ സംഭവമാണിതെന്നും മന്ത്രി പറഞ്ഞു. കൊല നടത്തിയത് ഒരു സംഘം കാപാലികരാണെന്നും മന്ത്രി പ്രതികരിച്ചു. സർക്കാർ രാജുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്നും എന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമോ അതെല്ലാം കൈക്കൊള്ളുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഇന്ന് കല്യാണം നടക്കേണ്ട ദിവസമാണ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഒരു സംഘം കാപാലികർ വന്ന് പൈശാചികമായി പെൺകുട്ടിയുടെ പിതാവിനെ കൊല ചെയ്തത്. 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് എന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ ആ മുഴുവൻ നിയമ നടപടികളും സ്വീകരിക്കുന്നതാണ്. മരിച്ച കുടുംബത്തോടൊപ്പമാണ്. മരിച്ച പെൺകുട്ടിയുടെ പിതാവും ആ പിതാവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഈ ഗവൺമെൻറ്. അവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നതാണ്. ഇന്നലെ രാത്രി 12:30യോടെയായിരുന്നു കൊലപാതകം. വീടിന് സമീപം നിന്ന് രാജുവിനെ മൺവെട്ടികൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. VV വിനോദിന്റെ റിപ്പോർട്ട്. സ്വദേശി രാജുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന വഴിയാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. ഈ വഴിയിലൂടെയാണ് കഴിഞ്ഞ ദിവസം അക്രമി സംഘം രാജുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. ഇവിടെ വിവാഹത്തിൻ്റെ തലേന്നുള്ള സൽക്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം ഇവിടുത്തെ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു രാജുവും കുടുംബവും. രാജുവിൻ്റെ മകനാകട്ടെ കാറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ ഇവിടെ നിന്ന് അയക്കുന്നതിനും
വർക്കല ശിവഗിരിയിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങ് തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നതിനുമുള്ള തിരക്കിലും അവിടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുകയുമായിരുന്നു. ഈ വീട്ടിൽ രാജു മാത്രമാണ് ആ സമയത്ത് പുരുഷനായി ഉണ്ടായിരുന്നത്. ഇതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാകണം പ്രതികൾ ഈ സമയം തന്നെ തിരഞ്ഞെടുത്ത് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗൂഢാലോചന ഉണ്ടായി എന്ന പോലീസിൻ്റെ സംശയം ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതും. ഈ സ്ഥലത്താണ് കൊലപാതകം നടന്നത്. ഇപ്പോൾ ആ പോലീസുകാരൻ നിൽക്കുന്നതിന് സമീപത്തായിരുന്നു രാജു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഈ മാലിന്യങ്ങളെല്ലാം ആ ഭാഗത്തേക്ക് നീക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പ്രതികൾ ഇവിടേക്ക് എത്തുന്നു. ജിഷ്ണു നേരത്തെ തന്നെ രാജുവിൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതാണ്. സമീപവാസിയാണ് ജിഷ്ണുവിൻ്റെ അനുജൻ ജിജിനും മറ്റ് 2 സുഹൃത്തുക്കൾ മനു, ശ്യാം എന്നിങ്ങനെ ഈ 4 പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവർ വന്നപാടെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വീട്ടുകാരെ ആക്രമിച്ചു. വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയെ ആക്രമിച്ചു. രാജുവിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ആക്രമിച്ചു. ഇവരുടെ നിലവിളി കേട്ടാണ് സമീപത്തുള്ള ബന്ധുക്കൾ ഇവിടേക്ക് ഓടിയെത്തുന്നത്. മൺവെട്ടി കൈകൊണ്ടായിരുന്നു അക്രമം. ആദ്യ അടിയിൽ തന്നെ രാജുവിന് ജീവൻ നഷ്ടമായി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇവിടെ ഓടിയെത്തിയ ആളുകളെയും ഈ മൺവെട്ടി കൈകൊണ്ട് തന്നെ ആക്രമിക്കുന്ന നിലയായിരുന്നു. അതിൽ ഒരാൾക്ക് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ പന്തൽ ഇട്ടിരുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം വധു അണിഞ്ഞൊരുങ്ങി ഇവിടെ ആശംസകളുമായി എത്തിയ ബന്ധുക്കളെ കാണാൻ നിന്നിരുന്ന ഒരിടം തയ്യാറാക്കിയിരുന്നത് ഈ ഭാഗത്തായിരുന്നു. നമ്മൾ വരുമ്പോൾ രാവിലെ ഇവിടെ എത്തുമ്പോൾ ഇവിടെയെല്ലാം ടേബിളുകളും കസേരകളുമായിരുന്നു. ആ ടേബിളുകളൊക്കെ പിന്നീട് നീക്കം ചെയ്തു. ഒരു വിവാഹം മംഗളകാര്യം നടക്കാൻ വേണ്ടി തയ്യാറാക്കിയ പന്തലാണ്. ആ പന്തലിപ്പോൾ ഒരു മരണവീട്ടിലെ, കൊലപാതകം നടന്നൊരു വീട്ടിലെ പന്തലായി മാറിയിരിക്കുന്നു. നിമിഷങ്ങൾ കൊണ്ടാണ് ഒരു വീട് പൂർണ്ണമായും കണ്ണീരിൽ മുങ്ങുന്നത്. ഈ നാട്ടുകാർ വലിയ ദുഃഖത്തിലാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് വിവാഹത്തിന് വേണ്ടി ഇന്നത്തെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറായി രാവിലെ വീടുകളിൽ നിന്ന് പുറപ്പെട്ട ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെയാണ്. അവരെല്ലാം ഇപ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്നത് ഒരു മരണ വീട്ടിൽ ആ ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്ന ഒരു കാര്യത്തോടു കൂടിയാണ്. അങ്ങനെ തന്നെയാണ് ഈ വീട്ടിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞതും വലിയ വേദനയുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. മംഗളകരമായ ഒരു കാര്യം നടക്കേണ്ടിയിരുന്ന സ്ഥലത്ത് അവിടെ കൊലപാതകം നടന്നിരിക്കുന്നു. ആ ഒരു ദുഃഖത്തിലേക്ക് ഒരു അന്തരീക്ഷം അപ്പാടെ മാറുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇനി നമുക്ക് പോകേണ്ടത് ഈ ശബ്ദം കേട്ട്, നിലവിളി കേട്ട് ഓടിയെത്തിയ വീട്ടുകാർ, അത് ഇവരുടെ തന്നെ ബന്ധുക്കളാണ്. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റിസപ്ഷൻ്റെയൊക്കെയും ചടങ്ങുകളിൽ പങ്കെടുത്ത ആളുകളാണ്. അവരുടെ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതിനടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ വീടാണ്. ഇവരാണ് ബഹളം കേട്ട് ഇവിടേക്ക് ഓടിയെത്തുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുമെന്ന് കരുതുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള വീടാണ് ഈ 2 വീടുകൾ. തൊട്ടടുത്ത് 2 വീടുകളാണ് വീടുകളായുള്ളത്. ഈ അയൽവാസികളായ ആളുകൾ രാജുവിൻ്റെ കുടുംബത്തിൻ്റെ ബന്ധുക്കളുമാണ്. ഈ കുടുംബത്തിൽ തന്നെ ഉള്ള ആളുകളാണ്. ഇവരാണ് നിലവിളി ശബ്ദം കേൾക്കുന്നത്. സ്ത്രീകളുടേതടക്കം നിലവിളി കേട്ട ശേഷം അവർ ഇവിടേക്ക് ഓടി വരികയായിരുന്നു. ഈ വീട്ടിലുള്ള ആളുകളെയും ഈ അക്രമി സംഘം മർദ്ദിച്ചു. ഇതിൽ ഒരു വീട്ടിലെ ആളുടെ തലയിലാണ് മർദ്ദിച്ചത്. അദ്ദേഹം പിന്നീട് മിഷൻ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലുമാണ്. ഏതായിരുന്നാലും പോലീസിന് വളരെ വേഗം തന്നെ ഈ 4 പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞു എന്നത് തന്നെ നേട്ടം. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികളുണ്ടാകും, നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രതികൾ രക്ഷപ്പെടില്ല എന്ന കാര്യം മന്ത്രി പറയുകയും ചെയ്തു. നമുക്ക് ഒന്നുകൂടി ആ ദൃശ്യത്തിലേക്ക് പോകാം. റൂറൽ SP D ശില്പ ഈ വീട്ടിലേക്ക് വന്നിരുന്നു. ശില്പ പറഞ്ഞത് ഇവർ മദ്യപിച്ചിരുന്നു, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. 4 പേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇവർക്ക് എതിരെ വേറെ കേസുകളുണ്ട് എന്ന ഒരു വിവരമാണ് പ്രാഥമികമായി വരുന്നതെന്നാണ്. നമുക്ക് ഒന്നുകൂടി ദൃശ്യത്തിലേക്ക് പോകാം. ഇന്നലെ ഈ സൽക്കാരവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം പാകം ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ആ പാത്രങ്ങളൊക്കെയും അങ്ങനെ തന്നെയുണ്ട്. ഇന്ന് 10:50 മുഹൂർത്തം നിശ്ചയിച്ചിരുന്നത്. വർക്കല ശിവഗിരിയിൽ വെച്ചുള്ള വിവാഹമായിരുന്നു. ആ സമയത്ത് വധുവിൻ്റെ കൈ പിടിച്ചു കൊടുക്കേണ്ട പിതാവ് ചേതനയേറ്റ ശരീരമായി മിഷൻ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. 1:30 മണി എന്നത് പെൺകുട്ടിയെ വരൻ്റെ ഗൃഹത്തിലേക്ക്
കൈപിടിച്ച് കയറ്റുന്ന ഒരു സമയമാണ്, ആ ഒരു മുഹൂർത്തമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സമയത്തേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിയെ ഇവിടെ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്. തീരെ അവശയായ നിലയിലാണ് പെൺകുട്ടി. കാരണം മാനസികമായി വളരെയധികം ഞെട്ടലുണ്ടാക്കി, വലിയ തകർച്ച. വിവാഹം നിശ്ചയിച്ചിരുന്ന ദിവസമാണ്, ആ വിവാഹം നടക്കാത്ത ഒരു ദിവസം ആകുന്നു, അച്ഛനെ നഷ്ടപ്പെട്ട ദിവസമാകുന്നു. അങ്ങനെ വേദനയുടെ നൊമ്പരത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നത് നബീല ഫിറോസ് ഖാനാണ്. വ്ളോഗറാണ് നബീല. വിനോദ് കുമാർ ജനറൽ റിസർവ് എഞ്ചിനീയർ സേനയിൽ ഓഫീസ് സൂപ്രണ്ടായി ജോലി നോക്കുന്നു. ഇരുവരും അതിഥികളായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം നബീല, വിനോദ്. ആദ്യം നബീലയിലേക്ക് പോകുന്നു. നബീലയുടെ വിവാഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം അതെ, പൊതുവെ ഇപ്പം ഈ ഒരു ടോപ്പിക്കാണ് ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കണേ. യൂട്യൂബിൽ ഇന്നലെ ന്യൂസ് 18 കണ്ടു വിവാഹത്തിനെ പറ്റി പല പല അഭിപ്രായങ്ങൾ. എന്റെ അഭിപ്രായം എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഇമോഷണലി നമുക്ക് ആ ഒരു സപ്പോർട്ട് ഇപ്പം പെൺകുട്ടികൾ നോ പറയുന്നു എന്ന് പറഞ്ഞാൽ കൂടി ആ പെൺകുട്ടികൾ കല്യാണം വേണ്ട എന്നല്ല പറയുന്നത്. ഇപ്പം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, എന്തായാലും നമ്മൾ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാനും അതിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ്. മലയക്കൽ മറിയുമ്പോ പറഞ്ഞതുപോലെ നന്നായി പഠിക്കുക, നല്ല ജോലി ഉണ്ടാക്കുക, പിന്നെ ആരെങ്കിലും നമുക്ക് ഇഷ്ടത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുക. തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ സ്റ്റേജിലൊക്കെ നമ്മൾ വരും. അതിന് ചിലപ്പോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് ടൈം എടുക്കുന്നുണ്ടാവും. എന്നാൽ കൂടി ഈ ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യവും ആ വൈകാരികതയൊക്കെ എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഞാൻ നബീലയിലേക്ക് വരാം. വിനോദ്, നമ്മൾ 3 ദിവസമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഈ കാലത്ത് ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇത് സമൂഹം വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരുപക്ഷെ ഞാൻ ഇതിന്റെ സഹയാത്രികനെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വ്യക്തിമാണെന്നോ വേണമെങ്കിൽ പറയാം. കാരണം എനിക്കിപ്പോ 41 വയസ്സായി. അപ്പൊ എനിക്ക് അറിയാവുന്ന മറ്റേ ആൾക്കാരും ഉണ്ട് ഇങ്ങനെ. അപ്പോ ഒരു വിവാഹം എത്തിക്കുക എന്നുള്ളത് വളരെയധികം ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് നടക്കാറുണ്ട്, ചില ആൾക്കാർക്ക് വളരെയധികം സമയം എടുത്താണ് ഇത് നടക്കാറുള്ളത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. വിനോദ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്? ഇപ്പൊ വിവാഹത്തോട് താല്പര്യമുണ്ട്, വിവാഹം കഴിക്കാൻ ഉള്ള അന്വേഷണം എത്ര കാലമായി നടക്കുന്നു, എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? പെൺകുട്ടികൾ, ഇപ്പൊ നമ്മൾ ഈ പഠനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ പറയുന്നത് പെൺകുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യമില്ല എന്നുള്ളതാണ്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണോ വിനോദിന്റെ പ്രശ്നത്തിന് കാരണം? അല്ല, അങ്ങനെയും ഒരു ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഞാൻ പഠനത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല, പക്ഷെ ഏറെക്കുറെ ശരിയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. എന്തൊക്കെയാണ് വിനോദ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ? അല്ല, ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ആദ്യം എനിക്കും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്റെ കുറച്ച് ചോയ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു 5 വർഷം എന്റെ കുഴപ്പം കൊണ്ടെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് എന്റെ ചോയ്സ് കൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രൊഫഷണലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ആദ്യം സെർച്ച് ചെയ്തിരുന്നില്ല. കാരണം ഞാൻ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഫാമിലി കൂടെ കൊണ്ടുപോകുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ എന്നോട് ഇപ്പം ഫാമിലി ആയിട്ട് എന്റെ ജോലി സ്ഥലത്ത് താമസിക്കാൻ പറ്റുന്ന ഒരാളെയാണ് ഞാൻ പ്രിഫർ ചെയ്തിരുന്നത് ആദ്യത്തെ ഒരു 5 വർഷം. ഓക്കെ, അപ്പൊ വിനോദ് ആലോചിക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെയായിരിക്കണം, കൂടെ കൊണ്ടുപോകാൻ പറ്റണം, പ്രൊഫഷണലി മാച്ച് ആയിരിക്കണം എന്നൊക്കെ. അപ്പം ഇതേ ചോയ്സസ് ഇതേപോലെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കുമോ ഇതിങ്ങനെ നീണ്ടുപോകുന്നത്? അല്ല, ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഞാനും ഇപ്പോൾ ഡിഫൻസിൽ ജോലി ചെയ്യാണ്. അപ്പൊ ഈ സമയത്ത് നമുക്കും മറ്റുള്ളവരിൽ നിന്നുള്ള ഒപ്പീനിയൻ കിട്ടാറുണ്ട്. അതായത് ഇപ്പൊ ഗൾഫ് വേണ്ട, പട്ടാളം വേണ്ട, പോലീസ് വേണ്ട എന്നുള്ള ചോയ്സ് ആദ്യമേ തന്നെ ആൾക്കാർ മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഇല്ലെങ്കിൽ നാട്ടിൽ ജോലിയുള്ള മതി, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ മതി എന്നുള്ള പറയുന്നത്. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു 5% താഴെ മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ ബാക്കി 95% സർക്കാർ ജോലിക്കാരല്ലാത്ത ആൾക്കാരുടെ വിവാഹം നടക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സർവന്റ്, നല്ല ഹൈ പോസ്റ്റ് ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഏതൊരു കുട്ടിയുടെയും ഉദ്ദേശം. അപ്പൊ അതിലെ ഞാൻ വരാം. നബീല, ഇവിടെ ഇപ്പം വിനോദിന്റെ പ്രശ്നം കേട്ടല്ലോ. പക്ഷേ ഇവിടെ കല്യാണം കഴിച്ചില്ലെങ്കിൽ, ഇപ്പം എനിക്ക് തോന്നുന്നു വിനോദിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാണ്? ഇപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയും.
അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളാണോ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയേണ്ടത്? ഹലോ, അതെ അതെ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് കല്യാണം നമ്മളൊരു സോഷ്യൽ ആനിമലും കൂടി ആയതുകൊണ്ട് എന്തായാലും ഒരു സോഷ്യൽ ലൈഫിൽ ഒരു കല്യാണം, കുട്ടികൾ, ഇതെല്ലാം സോഷ്യൽ ലൈഫിന് മാത്രമല്ല നമ്മളുടെ ഒരു മെന്റൽ ലൈഫിനും ഇതെല്ലാം ആവശ്യം തന്നെയാണ്. പക്ഷെ ഇപ്പം കുട്ടികൾ അങ്ങനെ, പെൺകുട്ടികൾ പ്രത്യേകിച്ചും എടുത്തു പറയുന്നുണ്ട്, പെൺകുട്ടികൾ വിവാഹ ജീവിതത്തോട് നോ പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സാറിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി നബീലയിലേക്ക് വരാം. വിനോദ്, നമ്മൾ ഓണെയർ ആണ്, അവിടെ സംസാരിക്കുന്നതൊക്കെ നമ്മൾക്ക് ഓണെയർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. താങ്കൾ ഇവിടെ മാത്രം ശ്രദ്ധിച്ചിരിക്കാമോ? സോറി, ഞാനിവിടെ ഇരുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടൊന്ന് പ്ലേസ് ഒന്ന് മാറ്റുകയാണ്. ഓക്കെ, നബീല തുടർന്നോളൂ. ഓക്കെ, അപ്പൊ ഈ അവർക്കും ഈ പറഞ്ഞ പെൺകുട്ടികൾക്കും ഒരു ചോയ്സ് ഉണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും സെറ്റ് ആവാത്തതുകൊണ്ടാണ് ഇപ്പൊ സർ പറഞ്ഞ പോലത്തെ പ്രപ്പോസൽ അവർക്ക് മാച്ച് ആവാത്തത്. അങ്ങനത്തെ ഒരുപാട് കേസുകളൊന്നും ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന വരില്ല. കാരണം നമ്മളൊരു വിവാഹം ആലോചിക്കുമ്പോൾ നമ്മളുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ്, നമ്മളുടെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് നമ്മൾ ഒരു പ്രപ്പോസൽസ് നോക്കുന്നത്. അതെല്ലാവർക്കും സ്യൂട്ട് ആയിട്ടുള്ള അതേ സ്റ്റാറ്റസിലുള്ള ആളുകളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മേ ബി ഇതുപോലെ ഒരുപാട് കണ്ടീഷൻസ് അങ്ങോട്ട് വെക്കുമ്പോൾ തിരിച്ചും കണ്ടീഷൻ ചെയ്യുന്ന പെൺകുട്ടികളായതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇതിങ്ങനെ നീണ്ടുപോയത് പ്രപ്പോസൽസ്. പ്രധാനപ്പെട്ട കുറെ ഘടകങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, വിവാഹത്തിന് ശേഷം പെൺകുട്ടികൾ, ഇപ്പം നമുക്കറിയാം എത്ര പെൺകുട്ടികൾ ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു എന്നുള്ളത്. അത്തരത്തിലുള്ള വാർത്തകൾ. മറ്റൊന്ന്, വിദ്യാഭ്യാസം എന്നതിന്റെ ആവശ്യകത, ഇല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള തിരിച്ചറിവ്. മറ്റൊന്ന്, ഇപ്പം വിദേശത്തേക്ക് പെൺകുട്ടികൾ പോകുന്നു, അവിടെ സെറ്റിൽ ആവുന്നു, ലൈഫ് സ്റ്റൈൽ മാറുന്നു, അത്തരത്തിലേക്ക് ആകൃഷ്ടരാവുന്നത് കൊണ്ട് അങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, ഇല്ലെങ്കിൽ ഈ പറയുന്ന നിധിൻ എന്നയാൾ നടത്തിയ പഠനത്തിന് കാരണമായിട്ടുണ്ട്, ആധാരമായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ നബീല പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് കുറച്ചുകൂടി ഫ്രീഡം പെൺകുട്ടികൾക്ക് വേണം, ഇല്ലെങ്കിൽ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കുമോ ഈ തീരുമാനമെടുക്കുന്നത്? ഫ്രീഡം തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം തന്നെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഫ്രീഡം ഇതിൽ വലിയൊരു മാറ്റർ തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ ഇത്തരം ന്യൂസുകളും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, ഡെയിലി ലൈഫിൽ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഈ കുട്ടികളിലൊക്കെ ആ ഒരു ഭീതി എന്തായാലും ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, അവരുടെ ചുറ്റുമുള്ള ലൈഫിലും എല്ലാം ആഫ്റ്റർ മാരേജ് ഉണ്ടാവുന്ന ഒരുപാട്, എല്ലാ ലൈഫും അങ്ങനെയാണെന്നല്ല, പക്ഷെ ഇതെല്ലാം ഇവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം ആലോചിക്കാനുള്ള ടൈം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഒരു 18 വരെ കല്യാണപ്രായം ആയതുകൊണ്ട് ആ ചിന്ത വന്നിട്ടാണ് ഇവരിതെല്ലാം ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ശരിക്കും ഒരു റൈറ്റ് ആയിട്ടുള്ള ചിന്തയാണ്. അവിടെ ഫ്രീഡം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് എനിക്ക് സെൽഫായിട്ടൊന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് കല്യാണം കഴിക്കാം, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് എന്നുള്ള ഒരു കാര്യം പെൺകുട്ടികൾ കുറച്ചുകൂടി അവെയർ ആണ് ആ കാര്യത്തില്. അപ്പൊ അതിനുശേഷം ഒരു കല്യാണം എന്നാണ്. ഇപ്പൊ എനിക്കും ഒരു സർക്കിൾ ഓഫ് ടീനേജേഴ്സ് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവരെല്ലാം പറയുന്നതും ഞാനും കേൾക്കുന്നത് അങ്ങനെയാണ്. മാരേജിനെ പറ്റിയിട്ടുള്ള ഒരുവിധം പെൺകുട്ടികളുടെ അഭിപ്രായം ഒക്കെ ഞാൻ ആദ്യം ഒന്ന് സെറ്റിൽ ആവട്ടെ എന്നിട്ട് ഞാൻ കല്യാണം കഴിക്കാം, അതല്ലാതെ ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പറയുന്നവരൊക്കെ വളരെ ചുരുക്കമായിരിക്കും. എല്ലാവർക്കും ഇമോഷണലി ആ ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും എല്ലാം ലൈഫിൽ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി അവരുടെ ഒരു സ്വന്തം ലൈഫിനും കൂടി കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു മാരേജിനോടുള്ള ഒരു വിരക്തി പെൺകുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ന്യായമാണെന്നേ പറയാൻ പറ്റും. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, ഇപ്പൊ 2 പേരാണ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അത് എത്രത്തോളം, ഇപ്പൊ ഐഡിയൽ കപ്പിൾസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകൾ പിന്നീട് ഒരു സമയത്ത് വലിയ അഭിപ്രായ വ്യത്യാസം കൊണ്ട് മാത്രം മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉയരാൻ തുടങ്ങിയപ്പോഴാണോ ഈ മാറ്റം സമൂഹത്തിൽ ഉണ്ടായതായിട്ട് നബീലയ്ക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് അതിന് പറയേണ്ടത്. മുന്നേയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് ഇത്ര ഏജ് ആകുമ്പോൾ കല്യാണം കഴിക്കുന്നു, ഇത്ര ഏജ് ആകുമ്പോൾ കുട്ടി വേണം, ഇതെല്ലാം നമ്മളുടെ പാരന്റ്സിനേക്കാൾ കൂടുതൽ മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര കൺസേൺ ആണ് എല്ലാവർക്കും. അപ്പൊ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈവൻ സ്ത്രീകൾ പോലും ചിന്തിക്കാനുള്ള അവസരം ചിലപ്പോൾ അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അത് പറയാനുള്ള പേടി ഉണ്ടാവും. അതുകൊണ്ടൊക്കെ ആ ഒരു ഫ്ലോയിലെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു ആ ഒരു സിസ്റ്റത്തില്. പക്ഷെ ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങിയ ആളുകൾ, സ്ത്രീകളും പെൺകുട്ടികളും എല്ലാവരും ആഫ്റ്റർ കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്റെ
സ്ത്രീ സുഹൃത്തുക്കൾ വരെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴും എല്ലാം പറയുന്നത് അതാണ്. ഓക്കെ, അവർക്ക് ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളതാണ്. അത് മാരേജ് ലൈഫ് ഉപേക്ഷിച്ചിട്ടല്ല, അതിന്റെ കൂടെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് എന്നുള്ളൊരു കാര്യം അതെല്ലാവരും ആഗ്രഹിച്ചു തുടങ്ങി. അപ്പൊ തീർച്ചയായിട്ടും കല്യാണം കഴിക്കാത്ത കുട്ടികളും അതവർക്ക് പ്രയോറിറ്റി ആണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് തെറ്റ് പറയാൻ പറ്റുക? കാരണം അവരുടെ ലൈഫ് സേഫ് ആക്കാന്നുള്ളത് അത് അവരുടെ പ്രയോറിറ്റി തന്നെ ആണല്ലോ. വിനോദ്, എന്തുകൊണ്ടാണ് താങ്കൾക്ക് പ്രണയം ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് ഒന്ന്. ഇനി പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചില്ല? മറ്റൊന്ന്, ഇനി അല്ലാതെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ താങ്കളുടെ ജോലിക്കനുസരിച്ച് മാറേണ്ട, ഇല്ലെങ്കിൽ താങ്കളുടെ ഫാമിലിക്ക് അനുസരിച്ച് മാറേണ്ട, താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറേണ്ട അതേ ആവശ്യങ്ങൾ ഈ ഓപ്പോസിറ്റ് ഉണ്ടാവാൻ പോകുന്ന ഇല്ലെങ്കിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ താങ്കൾ കല്യാണത്തിലേക്ക് കടക്കുമായിരുന്നു? അല്ല, അത് ആദ്യമേ എനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമെന്നുള്ളത് കൊണ്ടാണ് ആദ്യമേ ഞാൻ ആദ്യത്തെ 5 വർഷം പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളെ സെലക്ട് ചെയ്യാതിരുന്നതിന് ഒരു കാരണം അതായിരുന്നു. കാരണം രണ്ടുപേരും തമ്മിലുള്ള ഇഷ്യൂ ഇത്തിരി കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അതായത് എനിക്ക് മാത്രം വിദ്യാഭ്യാസവും ജോലിയും മതി, എന്റെ പാർട്ട്ണർ ആയിട്ടിരിക്കുന്ന ആൾക്ക് ഇതൊന്നും വേണ്ട എന്നുള്ളതായിരുന്നോ തീരുമാനം? ഇല്ല, അങ്ങനെയല്ല. അങ്ങനെ ഒരു പിന്തിരിപ്പനായിട്ടുള്ള ഒരു ആശയമായിരുന്നില്ല എനിക്ക് ഉണ്ടായിരുന്നത്. അഥവാ ഇനി ഒരാൾ ജോലിയിലുണ്ട്, അപ്പൊ നമുക്ക് അത്യാവശ്യം റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള പീരീഡ് വന്നിട്ട് മറ്റൊരാൾ ജോലി ചെയ്യുന്നു, ഒരാൾ ഫാമിലി നോക്കുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് എനിക്ക് അന്നുണ്ടായിരുന്നത്. എന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ, അതായത് 28 വയസ്സ് മുതൽ ഒരു 33 വയസ്സ് വരെ ഞാൻ ആ ഒരു രീതിയിലാണ് ചിന്തിച്ചിരുന്നത്. പിന്നീട് നമ്മുടെ സമൂഹത്തിൽ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ബന്ധുക്കളുടെ കാര്യങ്ങൾ, സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലായപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി എന്നുള്ളതിനേക്കാളും കൂട്ടുകുടുംബത്തിന്റെയും കുടുംബത്തിന്റെയും ബന്ധങ്ങൾക്കാണ് വാല്യൂ എന്ന് എനിക്ക് കുറച്ചൊരു വ്യത്യാസം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നാണ്. അപ്പൊ അതിനുശേഷം ഞാനിപ്പോ കഴിക്കണം, ഇല്ലെങ്കിൽ ഈ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവണം, ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? അല്ല, ലൈഫിന് ഒരു കമ്പാനിയൻ വേണമെന്നുള്ളത് പേഴ്സണലായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അത് പേഴ്സണൽ ചോയ്സ് ആണ്. എങ്കിലും ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത് ഒരു കമ്പാനിയൻ ഉണ്ടായിരിക്കണം എന്നാണ്. പക്ഷെ ആ ഉണ്ടായിരിക്കുന്ന ആള് നമ്മളുമായി മാച്ച് ചെയ്യുന്നതാവണം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അപ്പൊ മിസ്മാച്ച് ആയിട്ടുള്ള കല്യാണങ്ങളാണ് പലയിടത്തും നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്റെ ചോയ്സിന് ചേർന്ന് വരുന്നതും നമ്മുടെ ചോയ്സിന് ഒപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരാളിനെയാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നത്. ഞാൻ ആ ഘടകങ്ങളാണ് ചോദിച്ചത്, അതായത് ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ആത്മാർത്ഥത ഉണ്ടായിരിക്കുക, സ്നേഹം ഉണ്ടായിരിക്കുക, കുടുംബത്തെ ബന്ധങ്ങളെ മാനിക്കുന്നവരായിരിക്കുക, എക്സ്പ്രസീവ് ആയിരിക്കുക, നമുക്ക് ആശയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന വിദ്യാഭ്യാസമുള്ള ഒരാളായിരിക്കുക, ഇന്റലിജന്റ് ആയിരിക്കുക, എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഒറ്റയ്ക്കാണെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കുക. ഇനി നാട്ടിലാണ് നമ്മൾ സെറ്റിൽ ആവുന്നതെങ്കിലും, ഞാനിപ്പോ ജോലി സ്ഥലത്താണ്, അങ്ങനെയെങ്കിൽ പോലും ഞാനില്ലാതെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള, വിദ്യാഭ്യാസമുള്ള, സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു പെൺകുട്ടി എന്ന അങ്ങനത്തെ രീതിയിലാണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ നബീല, അങ്ങനെ കുടുംബം നോക്കാനും ഈ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും വേണ്ടിയാണോ ഒരാൾ കല്യാണം കഴിക്കേണ്ടത്? അത് തീർത്തും അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതേ ഇഷ്ടങ്ങളുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയ തീർച്ചയായിട്ടും അവർക്ക് ആ ലൈഫ് അവർ വിചാരിച്ച പോലെ, ഡിസൈൻ ചെയ്ത പോലെ മേ ബി അങ്ങനെ ആയിരിക്കും. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ വിവാഹം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വേണ്ടത് മ്യൂച്വൽ റെസ്പെക്ട് ആണ്. അത് ആ വരുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൂടി പെർസ്പെക്റ്റീവിലും കൂടി നമ്മൾ ചിന്തിക്കണം. ഇവരുടെ സാറിന്റെ ആ ഒരു അതിൽ ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കല്യാണത്തിലും വിവാഹ ജീവിതത്തിലും തുടർന്നുള്ള അവരുടെ ലൈഫിലൊക്കെ ഒരുപാട് ട്രാൻസ്പെറൻസി വരേണ്ട കാലമൊക്കെ കഴിഞ്ഞു. അതായത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പണ്ട് മുതലേ നമ്മൾ കേട്ട് അതിൽ കൂടെ നടന്ന ഒരുപാട് ലൈഫുകൾ കണ്ട് ആ കാലമൊക്കെ കഴിഞ്ഞു. കാലം ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ചിന്താഗതിയും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി എല്ലാം മുന്നോട്ടാണ്. അപ്പം ചിന്താഗതി മാത്രം ഇങ്ങനെ ബാക്കിൽ പോകണം, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ മാത്രം ബാക്കിൽ പോകണം എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് പോയിട്ടുള്ള ഈ കൾച്ചറുകൾ തന്നെ നമുക്കെല്ലാം ഇപ്പൊ മിക്സ്ഡ് ആണ്. കാരണം എല്ലാവരും എല്ലായിടത്തെ കൾച്ചറും കൂടി മിക്സ്ഡ് ആണ് ഇപ്പൊ കേരളത്തിൽ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും വളരുന്ന ആളുകൾക്ക്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷന് ഈ ഒരു വിവാഹ സങ്കല്പം മാത്രം ഇപ്പോഴും പഴയത് തന്നെ നമ്മൾ പിന്തുടരണമെന്ന് പറഞ്ഞാൽ, പക്ഷെ എന്നിട്ടും കൾച്ചറിൽ വലിയ മാറ്റമൊന്നും ഇല്ലാതെ ഇപ്പോഴും വണ്ടി കിട്ടാതെ ഒരുപാട് പിറകിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. പ്രത്യേകിച്ച് മതവുമായി, മത നേതാക്കളൊക്കെ ഒരുപാട് പേർ ഇപ്പോഴും അഭിപ്രായം പറയുന്നത് പഠിപ്പിക്കണ്ടായിരുന്നു, പഠിപ്പിച്ചത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അതിന് എത്ര ബ്ലോക്ക് ചെയ്ത് വെച്ചാലും കാലത്തിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ലല്ലോ. അതെന്തായാലും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ ചിന്താഗതികളും വിവാഹ സങ്കല്പങ്ങളും തുടർന്നുള്ള ജീവിതങ്ങളും ഇതിലെല്ലാം ഒരു അയവും ഒരു
ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ള ട്രാൻസ്പെറൻസി എല്ലാം വരുത്തേണ്ട ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പം വിവാഹം പെൺകുട്ടികൾ എന്തുകൊണ്ട് വിവാഹത്തിന് നോ പറയുന്നു എന്നുള്ളൊരു ചർച്ച പോലെ തന്നെ അതിന്റെ കാരണങ്ങൾ ഇപ്പം ഈ ഒരു ചർച്ച വെച്ച പോലെ ഇതിന്റെ കാരണങ്ങൾ എല്ലാവരെയും അവെയർ ചെയ്യേണ്ട ഒരു കാലമൊക്കെ വന്നു തുടങ്ങി. കാരണം ഇപ്പം പെൺകുട്ടികൾ അവെയർ ചെയ്യണമെന്നാ പറയുന്നത് വിവാഹത്തിന്റെ എന്താ പറയുക വിവാഹത്തിന്റെ ഗുണങ്ങളെ പറ്റിയും അതിന്റെ ഒരു ഇതിനെ പറ്റിയൊക്കെ പെൺകുട്ടികളെ ബോധവൽക്കരണം ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് അല്ലേ എന്തുകൊണ്ട് പെൺകുട്ടികൾ വിവാഹത്തിന് നോ പറയുന്നു എന്നുള്ള ആ ഡീമെറിറ്റ്സ് കൂടി ഒന്ന് എല്ലാ സോഷ്യൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരൊക്കെ അവെയർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. വിനോദ്, ഈ പെൺകുട്ടികൾ സാധാരണ ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പലരും പെൺകുട്ടികളെ ഒരു 25 വയസ്സിന് മുമ്പ് തന്നെ ഈ കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന, അതുപോലെ തന്നെ ആൺകുട്ടികൾ ഒരു പ്രത്യേക പ്രായത്തിന് ശേഷം കല്യാണത്തിന് നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിനോദിന് ഉണ്ടായിരുന്നു. വിനോദിന് മറ്റൊരു കൾച്ചറിനോട് ഇപ്പം നേരത്തെ നബീല പറഞ്ഞതുപോലെയുള്ള ആളുകൾ മാറി തുടങ്ങുന്നു, ആളുകളുടെ ശീലങ്ങൾ മാറുന്നു. അങ്ങനെ നോക്കുമ്പോൾ മാറി വന്ന ഒരു കൾച്ചറാണ് ലിവിങ് ടുഗദർ എന്നൊക്കെയുള്ളൊരു സങ്കല്പം. അപ്പം അതിനോടൊക്കെ താല്പര്യമുള്ള ആളാണ്. അല്ല, ലിവിങ് ടുഗദർ എന്നുള്ള ഒരു സങ്കല്പം ഒരു സ്ഥായി ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു സങ്കല്പമായിട്ട് ഞാൻ കരുതുന്നില്ല. ചില ആൾക്കാർ വളരെ സക്സസ്ഫുള്ളി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പെർമനന്റ് ആയിട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത് അക്സെപ്റ്റബിൾ ആയി തീരുന്നില്ല. കാരണം ലിവിങ് ടുഗദർ ആയിരിക്കുന്ന ആൾക്കാര് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബ്രേക്കപ്പ് ആയി പോകുന്നതായിട്ടാണ് കാണുന്നത്. അതെ 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 കല്യാണം കഴിഞ്ഞാൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിവോഴ്സ് ആവുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ ഡൈവോഴ്സ് കേസുകളാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ ഫിനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പൊ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളൊരവസ്ഥയിലോട്ടാണ് വരുന്നത്. നമുക്ക് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലായി ഡിവോഴ്സ് ചെയ്യുന്നത് എന്നുള്ളതൊരു തെറ്റിദ്ധാരണയല്ലേ? പരസ്പരം ധാരണയില്ലാതെ പോകുമ്പോഴല്ലേ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴല്ലേ അവിടെ ഒരു അകൽച്ച ഉണ്ടാവുന്നതും ഡിവോഴ്സ് ഉണ്ടാവുന്നതും. എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഈ ഡിവോഴ്സുമായിട്ട് താങ്കൾ കണക്ട് ചെയ്യുന്നത്? അല്ല, ഞാൻ കണക്ട് ചെയ്യുന്നത് എനിക്കിപ്പോ അറിയാവുന്നവരും എന്റെ കൂടെ പഠിച്ചവരും നമ്മുടെ സമൂഹത്തിലുള്ളവരുമായിട്ടുള്ള മേഖലയിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പം എന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് ഡിവോഴ്സ് ആയതിനു ശേഷം വേറൊരു വിവാഹം കഴിച്ച് ഇപ്പം നല്ലതായിട്ട് ജീവിക്കുന്ന, അതായത് നോർമൽ സിറ്റുവേഷനിൽ ജീവിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. പിന്നെ ഇമ്മാതിരി ഡൈവോഴ്സ് ആയിട്ട് വീണ്ടും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടിയും ഫാമിലിയിലുള്ള അവരുടെ റെസ്പെക്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയും അവര് ഫാമിലി പോലെ കൊണ്ടുപോകുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ആൾക്കാര് ഫിസിക്കലായിട്ട് മെന്റലായിട്ട് സെപ്പറേറ്റഡ് ആണ്. അങ്ങനെ ഒരു അവസ്ഥ നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. നബീല, വിനോദ് പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് കോട്ട് ചെയ്ത് ചോദിക്കട്ടെ. എന്താണ് ഈ നോർമൽ കണ്ടീഷൻ? ഇന്നലെ ഈ നമ്മൾ പഠനത്തിന് ആധാരമാക്കിയ ഒരു സ്റ്റഡിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം പഠിച്ചതും ഇല്ലെങ്കിൽ അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നതും 30 വയസ്സിനുള്ളിൽ കല്യാണവും കുട്ടികളും ഉണ്ടായാൽ മാത്രം അത് പെർഫെക്റ്റ് ലൈഫാണ്. അതല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ ജീവിക്കാൻ യോഗ്യരല്ല എന്നുള്ള തരത്തിലാണ് ആ സ്റ്റഡി പോയിരിക്കുന്നത്. അപ്പം എന്താണ് ഈ നോർമൽ ലൈഫ്, ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു പെർഫെക്ഷൻ എന്താണ്? അതാണ് അതിലൊക്കെ ഉള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. മറ്റത് നമ്മളതൊന്നും മനസ്സിലാക്കുന്നില്ല. എന്താണ് ഇതിലൊന്നും ആരും അനലൈസ് ഒന്നും ചെയ്യുന്നില്ല. ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ വ്യത്യാസം എല്ലാം. ഇപ്പം സർ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഇതിന് ആപ്റ്റ് അല്ലെന്ന് പറയുന്നത് തന്നെ അത് ആ ഒരു ലോജിക്കുമായിട്ട് ഒട്ടും മാച്ച് അല്ല. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് എന്റെ 13ാമത്തെ വർഷമാണ്. ഞാനും എന്റെ ഹസ്ബൻഡും ജീവിക്കുന്നത്, ഞങ്ങൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, ഞങ്ങൾ തമ്മിൽ എല്ലാ ആർഗ്യുമെന്റ്സും ഉണ്ടാവും, എല്ലാ പൊരുത്തക്കേടുകളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ കണക്ട് ചെയ്ത് നിർത്തുന്നത് സ്നേഹം എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. അപ്പൊ ഈ ഒരു ഫാക്ടർ ഇല്ലാത്ത ആളുകള് വേറെ എന്ത് കാര്യത്തിന്റെ പേരിലാണെങ്കിലും മുന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പം അവിടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ അല്ലയോ, ഈ അഡ്ജസ്റ്റ്മെന്റ് ഇതൊന്നും അല്ല. രണ്ടുപേരെ ഒരുമിച്ച് ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞൊരു കണക്ഷൻ അവർ തമ്മിൽ വേണം. ഏത് ആർഗ്യുമെന്റ്സും അല്ലെങ്കിൽ എന്ത് വേഴ്സ്റ്റ് കണ്ടീഷനിലും അവർ ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. അതിന് മറ്റുള്ള ഫാക്ടേഴ്സ് ഒന്നും അതിന് അയാൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവട്ടെ അല്ലാതിരിക്കട്ടെ, ഇത് പറഞ്ഞ പ്രൊഫഷണലി കുറച്ച് ഡൗൺ ആവട്ടെ അപ്പാവട്ടെ, ഇതൊന്നും ഫാക്ടേഴ്സ് അല്ല. അത് അവരുടെ മെന്റൽ കണക്ഷൻ ആണ്. അപ്പം ഇതൊന്നും വെച്ച് നമുക്കൊരു ലിവിങ് ടുഗദറിനെയോ ഒരു അറേഞ്ച്ഡ് മാരേജിനോ ലവ് മാരേജിനോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, രണ്ട് വ്യക്തികൾ തമ്മിൽ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ, ലവ് ആൻഡ് റെസ്പെക്ട്, ട്രസ്റ്റ്, ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കല്യാണം എന്നൊരു സിസ്റ്റം? എന്തിനാണ്?
ഈ ഒരു കല്യാണം എന്നുള്ള സിസ്റ്റം തീർച്ചയായിട്ടും ഇപ്പം നമ്മളൊക്കെ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിനി എത്ര ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇമോഷൻ, നമുക്കൊരു പാർട്ട്ണർ വേണം, നമുക്കൊരു കുട്ടി വേണം, ഇതെല്ലാം ഒരു ആളുകളുടെ ഒരു അടിസ്ഥാന എന്താ പറയാ അടിസ്ഥാന ആവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ സെലിബ്രിറ്റീസ് ഒക്കെ എത്ര ഏജിൽ അവർ കല്യാണം കഴിക്കുന്നു, ഇനി പ്രസവിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അഡോപ്റ്റ് ചെയ്യുന്നു, പലതരത്തിലൂടെ എല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം മനുഷ്യന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു ആവശ്യം തന്നെയാണ് ഒരു കല്യാണം, കുട്ടികൾ, ഇതെല്ലാം. പക്ഷെ ഇപ്പൊ ഈ കല്യാണത്തിന് നോ പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ശരി കല്യാണം അവര് കുറച്ചുകൂടി അവരതിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഈ ഇത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കും, അവരതിന് ചോയ്സ് എടുക്കുന്നുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം ഞാൻ കല്യാണം കഴിക്കും, കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത്. അല്ലാതെ കല്യാണത്തിനോടൊരു നോ പറയുന്നു പെൺകുട്ടികൾ എന്നുള്ളത് വളരെ ചുരുക്കം പേരായിരിക്കും. അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും രണ്ടുപേരുടെയും അഭിപ്രായം പങ്കുവച്ചതിന് നന്ദി നബീല, വിനോദ്. നമ്മുടെ സമയം പൂർണ്ണമാവുകയാണ്. കൈതോലപ്പായിലെ പണം കടത്ത് ആരോപണത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി ADGP MR അജിത് കുമാറിന് കൈമാറി. വിവാദത്തിൽ മൗനം തുടരുന്ന മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനുമെതിരെ ഇന്നും പ്രതിപക്ഷവും BJPയും രംഗത്തെത്തി. UDF നേതാവ് ബെന്നി ബെഹനാന്റെ പരാതിയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് കൈമാറിയത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ വിജിലൻസിനെയോ ക്രൈംബ്രാഞ്ചിനെയോ ഏൽപ്പിക്കാനാണ് സാധ്യത. അതീവ ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നതെന്നും എന്തുകൊണ്ട് CPM നേതൃത്വവും മുഖ്യമന്ത്രിയും പ്രതികരിക്കുന്നില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ചോദിച്ചു. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും ഗൌരവതരമേറിയ ഒരു ആരോപണം വന്നിട്ട് അത് ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? അത് നിഷേധിക്കാൻ ആരെങ്കിലും തയ്യാറായോ? അവർക്കെതിരെ നടപടിയെടുക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? അന്വേഷിക്കാനുള്ള ബാധ്യത സംസ്ഥാന പോലീസിനുണ്ട്. അതിന് തയ്യാറായില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ കാര്യം ആലോചിക്കുമെന്നും BJP നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിനിറങ്ങിയത് അതിന്റെ പ്രാഥമിക വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ മുന്നിൽ എത്തിയതിനു ശേഷമാണ്. ഈ കാര്യത്തിലും ശ്രീ ശക്തിധരൻ ഒരു പരാതി നൽകുന്നിരിക്കട്ടെ, എനിക്ക് യാതൊരു സംശയമില്ല കേന്ദ്ര ഏജൻസികൾ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മടി കാണിക്കുമെന്ന്. ശക്തിധരന്റെ ആരോപണത്തിൽ FIR ഇട്ട് അന്വേഷിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഗവൺമെന്റിനും പോലീസും കള്ളക്കളി കളിക്കുകയാണ്. വളരെ ഗുരുതരമായ ആരോപണമാണ് ശക്തിധരൻ ഉന്നയിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ പോലീസ് ചെയ്യേണ്ടത് എന്താണ്? ഉടനടി തന്നെ എറണാകുളത്ത് FIR എടുത്ത് അന്വേഷണം ആരംഭിക്കുകയാണ് വേണ്ടത്. ശക്തിധരൻ ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്ററായി വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം പറയുന്നത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ ശക്തമായി തെളിവ് സഹിതമാണ് അദ്ദേഹം പറയുന്നത്. അത് വിശ്വസിക്കണം. പക്ഷേ അതനുസരിച്ച് ചലിക്കാൻ ഇവിടെ സർക്കാർ തയ്യാറാവില്ല എന്നുള്ളതാണ്. ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് CPM നേതൃത്വത്തിന്റെ അനൌദ്യോഗിക നിലപാട്. VS പിണറായി പോര് അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് VSന്റെ വിശ്വസ്തനെ പണമെണ്ണാൻ പിണറായി ഒപ്പം കൂട്ടി എന്ന പരിഹാസം CPM സൈബർ ഗ്രൂപ്പുകളിലും നിറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. പ്രതിയുടെ ആൾക്കാർ ഇവിടെ വന്ന് കല്യാണ ആലോചന നടത്തിയിരുന്നു. ഇവരുടെ ഈ സാമൂഹ്യപരമായ പശ്ചാത്തലം, ഇവരുടെ അക്രമ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഈ വിവാഹത്തിന് ആ പെൺകുട്ടിയുടെ അച്ഛൻ സമ്മതിക്കാതിരിക്കുകയും അവരെ പിന്തിരിപ്പിച്ചു വിടുകയാണ് ചെയ്തത്. അതിനുശേഷം ആ കുട്ടിയുടെ പയ്യൻ്റെ അച്ഛനും അമ്മയും വന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരുന്നപ്പോഴും അവരെ നിരുത്സാഹപ്പെടുത്തി വിടുകയായിരുന്നു. അതിനുശേഷവും മനസ്സിൽ പകയും കൊണ്ട് നടന്നിരുന്ന ഈ പയ്യൻ ഈ കല്യാണമെല്ലാം ഉറപ്പിച്ചു തീരുമാനിച്ചതിന് ശേഷം അതിൻ്റെ തലേ ദിവസം രാത്രി വീട്ടിൽ വന്ന അതിഥികളെല്ലാം പിരിഞ്ഞു പോവുകയും അദ്ദേഹം വീട്ടിലെ ഈ കല്യാണ സംബന്ധമായിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഒരു സൈഡിലോട്ട് ഒതുക്കാനായിട്ട് പുറത്തോട്ട് കൊണ്ടിടാൻ പോകുന്ന സമയത്ത് ഇവരൊരു കാറിലൊരു 4 പേര് മിന്നൽ വില. കാരണം ഇവർ ഈ ദൂരെ നിന്ന് ഒരു 50 മീറ്ററിനകത്തുള്ള സംഭവമാണ് ഈ പയ്യൻ്റെ വീട്. അവിടെ നിന്ന് ഒളിച്ചിരുന്ന് നോക്കിയാൽ ഇവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം രാത്രി ആയതുകൊണ്ട് വ്യക്തമായിട്ട് വെട്ടത്ത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ രീതിയിൽ വന്ന് ഒരു കാറിൽ പെട്ടെന്ന് ഇറങ്ങുകയും ഈ മനുഷ്യനെ വളരെ മാരകമായ രീതിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിനെതിരെ നമ്മൾ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും സംഘടനാപരമായിട്ട് എല്ലാ ആൾക്കാരും വളരെ ആർജവമായി ചിന്തിച്ച് ഇതിനെതിരെ പ്രതികരിക്കണം. ഈ മീഡിയക്കാരെല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ച് ഇങ്ങനെയുള്ള ദ്രോഹികളെ എത്രയും പെട്ടെന്ന് നല്ല മാരകമായ ശിക്ഷകൾ കൊടുക്കാനുള്ള നടപടികൾ വരണം. ഇതിന് അറുതി വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു മംഗളകർമ്മം നടക്കേണ്ടിയിരുന്ന വീടാണ്. വലിയ സന്തോഷം നിറഞ്ഞിരുന്ന ഒരു സ്ഥലമാണ്. അവിടമാണ് ഇപ്പോൾ ശോകമുഖമായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയാണ് ഈ കൊലപാതകം, നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ഈ വീട്ടിലെ ഗൃഹനാഥൻ വർക്കലയാണ്. ഈ വീട്ടിലെ ഗൃഹനാഥനായ
രാജു കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം. പരിസരവാസിയായ ജിഷ്ണുവും ഒപ്പമുണ്ടായിരുന്ന മറ്റ് 3 പേരും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. ഈ സംഭവം ഇങ്ങനെയാണ്. ഇന്നലെ രാത്രി ഇവിടെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള റിസപ്ഷൻ, അതിൻ്റെ ചടങ്ങുകളൊക്കെയും നടക്കുകയായിരുന്നു. അതിനുശേഷം രാത്രി 12 മണിയോടുകൂടി ആളുകളെല്ലാം ഒഴിഞ്ഞ ശേഷം രാജു ഇവിടെ ഈ റിസപ്ഷനുമായി ബന്ധപ്പെട്ട് ശുചീകരണം നടത്തുകയായിരുന്നു. വീടിന് മുന്നിലും പരിസരത്തെയും ഒക്കെയും ഉണ്ടായിരുന്ന വസ്തുക്കൾ അത് ശുചീകരണത്തിൻ്റെ ഭാഗമായി അടുത്ത പറമ്പിലേക്ക് മാറ്റുകയായിരുന്നു. ഈ സമയമാണ് ജിഷ്ണുവും മറ്റ് 3 പേരും ഇവിടെ എത്തിയത്. ജിഷ്ണു ശ്രീലക്ഷ്മിയുമായി നേരത്തെ സൗഹൃദത്തിലായിരുന്നു, വിവാഹാലോചന നടത്തിയിരുന്നു. പക്ഷേ ജിഷ്ണുവിൻ്റെ സ്വഭാവ ദൂഷ്യം കാരണം ആ വിവാഹത്തിന് പെൺകുട്ടിയുടെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല. ഇതിൻ്റെ ഒരു പ്രതികാരം എന്നോണമാണ് ജിഷ്ണുവും മറ്റു 3 പേരുമായി ഇന്നലെ രാത്രി ഇവിടേക്ക് എത്തിയത്. ഈ വന്നവർ രാജുവിനെ ആക്രമിക്കുകയായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മൺവെട്ടി, ആ മൺവെട്ടി ഉപയോഗിച്ചാണ് ജിഷ്ണു, ജിജിൻ, മനു, ശ്യാം എന്നിവരാണ് ഇവർ വാഹനത്തിലെത്തുകയായിരുന്നു. അതിനുശേഷം ഇവിടെ സമീപത്തെ പറമ്പിൽ വെച്ച് ഈ ആക്രമണം നടത്തി. ബഹളം കേട്ട് അയൽവാസികളും ബന്ധുക്കളുമായ ആളുകൾ ഓടിക്കൂടി. തൊട്ടടുത്ത് തന്നെയുള്ള ഗൃഹനാഥനും അദ്ദേഹത്തിൻ്റെ മകളും ആ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി. അവരെയും ഈ സംഘം മർദ്ദിച്ചു. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഈ 4 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യണം. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നൊരു സംശയമുണ്ട്. അക്കാര്യം പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും നാടിന് നടുക്കിയ വലിയൊരു ദുഃഖമായി മാറിയിരിക്കുകയാണ്. ഈ നാടാകെയും ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തിലായിരുന്നു. ഇന്ന് വിവാഹം നടക്കേണ്ടിയിരുന്നത്, ശിവഗിരിയിൽ വെച്ചാണ് ഈ വിവാഹം നടക്കേണ്ടിയിരുന്നത്. അങ്ങനെ വലിയ ആഹ്ലാദത്തിൻ്റെയും ഒരു പ്രതീക്ഷയുടെയും ഒക്കെയും സന്തോഷത്തിൻ്റെയും സമയം നിറഞ്ഞു നിന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇങ്ങനെ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായത്. ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന ബന്ധുക്കളും പരിചയക്കാരുമൊക്കെയും ഉണ്ട്. ഇത് വളരെ ഒരു ദാരുണമായ സംഭവമായിപ്പോയി. കാരണം നാട്ടിനെ നടുക്കിയൊരു സംഭവമാണ്. കാരണം ഇതുപോലുള്ളൊരു സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു പോലും കേട്ടിട്ടില്ല. കല്യാണ വീട്ടിൽ വന്ന് കല്യാണം നടക്കുന്നതിൻ്റെ തലേ ദിവസം വധുവിൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാക്കുക എന്നും ആ കുട്ടിയുടെ പിതാവിനെ മാരകമായ രീതിയിൽ പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച രീതിയിലുള്ളൊരു മരണം തന്നെയല്ല. കറുകപ്പള്ളി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന സലീം മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന് കൊച്ചിയിൽ തുടക്കം. ബ്ലാസ്റ്റേഴ്സ് താരം KP രാഹുൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിനായി എത്തിയ താരത്തെ തുറന്ന ജീപ്പിൽ ആഘോഷത്തോടെ വേദിയിലേക്ക് എത്തിച്ച് ചലച്ചിത്ര താരം ടിനി ടോം ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 17 വയസ്സിൽ താഴെയുള്ളവരുടെ 8 ടീമുകൾ ഉൾപ്പെടെ 24 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 5395 പവന് 43,160 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോ 77,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,312 രൂപ, ഔൺസിന് 1,03,015 രൂപ.